വ്യൂവേഴ്സ്. സോ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ലേഡീസ് ബാഗാണ്. ഇത് ഞാൻ മിന്ത്രയിലാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് നല്ല അടിപൊളിയാണ്. നല്ല അടിപൊളി റൈറ്റിങ്സും ഒരു വിൻറ്റേജ് പെയിൻറ്റിങ് ഒക്കെ ആയിട്ടാണ്. ആൻഡ് ഓൾസോ ഒരു താങ്ക് യു നോട്ട് ആണെങ്കിലും നല്ലൊരു ഭംഗിയുള്ളൊരു താങ്ക് യു നോട്ടാണ്. നല്ലൊരു പെയിൻറ്റിങ് ഒക്കെ ആയിട്ട് നല്ലൊരു റൈറ്റപ്പ് ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഓൾസോ പാക്കിംഗ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഇതാണ് നമ്മുടെ ബാഗ് വരുന്നത്. ഇതിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യോർലി ബ്രൗൺ കളറാണ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം നല്ല സ്റ്റൈലിഷ് ആണ്. ഒരു വളരെ സിമ്പിളാണ്, മിനിമലിസ്റ്റിക് ആണ്, എന്നാലും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ബാഗാണ്. നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ ജസ്റ്റ് ട്രാവലിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബാഗ് ചൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഹാൻഡിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഭയങ്കര ലെങ്ത്തിൽ കിടക്കില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ഒരു മീഡിയം ലെങ്ത്തിൽ നമുക്ക് ഇത് തൂക്കിയിടാവുന്നതാണ്. അപ്പം ഇങ്ങനെ റിംഗ് അറ്റാച്ച്മെൻ്റ് ആണ് വരുന്നത് രണ്ട് സൈഡിലും. ആൻഡ് ഓവറോൾ നോക്കുവാണെങ്കിൽ ഇതിനൊരു സിപ്പ് ക്ലോഷർ ഇല്ല, ഇങ്ങനൊരു മാഗ്നറ്റിക് ആയിട്ടുള്ളൊരു ക്ലോഷറാണ് വരുന്നത്. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജസ്റ്റ് പെട്ടെന്നൊക്കെ കാണാമറയത്തൊക്കെ പോകുന്ന ടൈപ്പുള്ള ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ വെക്കുന്ന സമയത്ത് കുറച്ച് സൂക്ഷിക്കണം. സോ ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ ഞാൻ കുറച്ച് പണിപ്പെട്ടു. ആദ്യമൊന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കലി ഇത് നമ്മൾ ജസ്റ്റ് ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ ഇത് തന്നാലെ ഇങ്ങനെ മാഗ്നറ്റിക് ആയിട്ട് അട്രാക്ട് ചെയ്ത് അങ്ങനെ കിടക്കുമെന്ന് തോന്നുന്നത്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണ്, നമുക്ക് തൊടുമ്പോൾ തന്നെ ഒരു നല്ലൊരു മിനുസം പോലെ തോന്നും. ആൻഡ് ഓൾസോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ്. അപ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ പോവുകയാണെങ്കിലും അത്യാവശ്യം നമുക്കുള്ള ഫയൽസും ബുക്സും അല്ലെങ്കിൽ ലഞ്ച് ബോക്സൊക്കെ നമുക്ക് ഈവൻ വാട്ടർ ബോട്ടിൽ വരെ ക്യാരി ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ട് ഈ ഒരു ബാഗിന്. അത് കൂടാതെ എക്സ്ട്രാ ഇങ്ങനെ ഒരു സ്ട്രിങ്ങും കൂടി ഇവർ തന്നിട്ടുണ്ട്. ഈ ഒരു സ്ട്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഒരു സ്ട്രിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മുന്നത്തെ സ്ട്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ലെവലിൽ കിടക്കുന്ന ഒരു നീളത്തിലുള്ളതായിരുന്നു, പക്ഷേ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നമുക്ക് ലെങ്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്മോൾ സൈസ് ആണെങ്കിലും നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ രണ്ട് സൈഡിലും ഇങ്ങനെ ഓപ്പണിങ് ആൻഡ് ക്ലോഷർ ആയിട്ടുള്ള കണക്ഷനാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പേസ് നോക്കാം. ഇങ്ങനൊരു പാർട്ടീഷനാണ് വരുന്നത്. ആൻഡ് ഓൾസോ ഉള്ളിലാണെങ്കിലും നല്ലൊരു വെൽവെറ്റി ടൈപ്പ് ഒരു മെറ്റീരിയലാണ് വരുന്നത്. നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ നമ്മുടെ ഐറ്റംസ് ഒന്നും അങ്ങനെ സ്ക്രാച്ച് വീഴും അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ വെയിറ്റ് നോക്കുവാണെങ്കിലും വളരെ ലോ വെയിറ്റ് ആണ് ഈ ഒരു ബാഗിന് വരുന്നത്. ഇങ്ങനെ ഒരു രണ്ട് പോർഷനാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ചെറിയ സൈസായിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് ആ ആദ്യത്തെ സെക്ഷനിൽ വെക്കാം. പിന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്കിപ്പം ലഞ്ച് ബോക്സും പിന്നെ അതേപോലെ ബോട്ടിൽ, അംബ്രല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വെക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഒരു ഐറ്റം കൂടി തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് ജസ്റ്റ് സ്റ്റൈലിന് വേണ്ടിയിട്ടുള്ളതാണ്, കാരണം ഇപ്പുറത്തെ സൈഡിൽ അതേപോലത്തെ ഒരു ഐറ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് വെക്കാനോ അല്ലെങ്കിൽ ഇത് പോകുന്ന സമയത്ത് ജസ്റ്റ് അടുത്തത് വെക്കാൻ വേണ്ടിയിട്ടോ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. നല്ലൊരു ഷൈനി സ്മൂതി ആയിട്ടുള്ള മെറ്റീരിയലാണ്. നോക്കുവാണെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡ് അതേപോലെ തന്നെ ഒരു ഐറ്റം കാണുന്നുണ്ട്, അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും അല്ലെങ്കിൽ ഇത് പോകുന്ന സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സാധനം വെക്കാവുന്നതാണ്. അപ്പോൾ ഓവറോൾ എനിക്ക് ഈ ബാഗ് ഇഷ്ടമായി. നിങ്ങൾക്ക് ഈ ബാഗ് ഇഷ്ടമായെങ്കിൽ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പറയേണ്ടതാണ്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഞാനൊരു ട്രാവൽ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതും ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.